അതായത് ഇപ്പോൾ നമുക്കൊരു മാർക്കറ്റ് ഫേക്ക് പ്രൈസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഒരിക്കലും നമുക്ക് ഒരു റീറ്റെയിൽ ട്രേഡിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേക്ക് പ്രൈസ് മനസ്സിലാക്കാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും സെൻട്രൽ ബാങ്കിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അതായത് നമ്മൾ മേജർ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഫെഡറൽ റിസർവ് ആണ്. സോ ഫെഡറൽ റിസർവ് ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാമിലിയാണെന്നാണ് പറയുന്നത്. സോ ആ ഫാമിലി കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി, ഈ അതോറിറ്റിയുടെ ഈ പറയുന്ന നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂസോ ഡാറ്റ ഒക്കെ കാണുന്ന സമയത്ത് മാർക്കറ്റ് കാണാം ഒന്നായിട്ട് താഴെ പോകുന്നു, അല്ലെങ്കിൽ നല്ല വോൾട്ടൈലായിട്ട് മുകളിലോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ടും ഇതൊക്കെ എന്താണ്, ഈ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കാം. ദെൻ ഒരിക്കലും സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കി, ഒരു GDP-യിൽ ഒരു ന്യൂസ് വരുന്നു, US ഗവൺമെൻറ് അല്ലെങ്കിൽ US എക്കോണമിയുടെ ന്യൂസ് ആണെന്ന് വിചാരിച്ചു. ദെൻ ഒരു GDP-യിൽ ഒരു ന്യൂസ് വരുന്ന സമയത്ത് മാർക്കറ്റ് ആ സ്പോട്ടിൽ ഇപ്പോൾ ഒരു 4:30 ന്യൂസ് എങ്കിൽ ആ 4:30 തന്നെ നല്ല വോളറ്റിലിറ്റി മാർക്കറ്റിൽ കാണുന്നു. ആക്ച്വലി വോളറ്റിലിറ്റി കാണേണ്ടത് എന്താണ്, എങ്ങനെയാണ് കാണേണ്ടത്? GDP കൂടുതലാണെന്ന് മനസ്സിലായിട്ട് ആ രാജ്യത്ത് ഒരുപാട് വിദേശ നിക്ഷേപങ്ങൾ വരുമ്പോഴാണ് ആ കറൻസി അതിൽ എന്താവുന്നത്, ഡിമാൻഡ് ആവുന്നത്. പക്ഷേ സ്നൈപ്പർ മൂവ് നമ്മൾ ചാർട്ടിൽ കാണുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ മാത്രമാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. കറക്റ്റ് ആ ഒരു സമയത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നത് ഫോറക്സ് ഫാക്ടറി പോലും എന്താണ് ഈ റീറ്റെയിൽ ട്രേഡേഴ്സിനെ അല്ലെങ്കിൽ ട്രേഡേഴ്സിനെ ഈ പറയുന്ന പോലെ സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കാനായിട്ടുള്ളതാണ്. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരിങ്ങനെ ഒരു സമയം ഒരു ഡേറ്റും ഒരു കറക്റ്റ് ഒരു റീസണും പറഞ്ഞ് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുവാണ്. ഈ പറയുന്ന മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ കറക്റ്റ് ഒരു NFE ന്യൂസ് വരുന്നു, ദെൻ ന്യൂസ് ചിലപ്പം എന്താ പറയുക ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നൊക്കെ ആയിരിക്കും. പക്ഷെ മാർക്കറ്റ് പോകുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും.